ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അനുമോള് ബിഗ് ബോസ് സീസണിന് പുറത്ത് വന്നിട്ടും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നതും വിമർശിക്കുന്നതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇപ്പോഴും നിൽക്കുകയാണ്. കഴിഞ്ഞ സീസണിലൊക്കെ അവരൊക്കെ വന്ന് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകളൊക്കെ അവസാനിച്ചിരുന്നു. ബിഗ് ബോസ് സീസൺ 7 ഇപ്പോഴും അനുമോളാണ് താരം. വിജയിച്ചു വന്നു. അനുമോൾ ഇപ്പോൾ ഉദ്ഘാടനങ്ങളായിട്ട് മുന്നോട്ട് പോവാണ്. അതുപോലെ ഇപ്പോൾ വിദേശ യാത്രകളാണ്. കൂട്ടുകാരികളെ അതിലോടൊപ്പം ദുബായിൽ പോകുന്നു. അതൊക്കെ നമ്മൾ വീഡിയോസ് കാണുന്നുണ്ട്. പക്ഷെ അനുമോള് പ്രധാനപ്പെട്ട ഒരു ഓൺലൈൻ ചാനലിനോ മറ്റു ചാനലുകൾക്കോ ഒന്നും തന്നെ ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കുന്നില്ല. അതിന്റെ ആവശ്യമില്ല എന്നാണ് അനുമോള് പറയുന്നത്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഈ അടുത്ത് ഇപ്പോ മല്ലിക സുകുമാരൻ അവരുടെ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ തരംഗമാണ്. എല്ലാവരും അത് കാണുന്ന ഒരു ഇന്റർവ്യൂ ആയിരിക്കും. അവർ ഇന്റർവ്യൂ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് ആൾക്കാർക്ക്. അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഒരു ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വൈറലാവുന്നു. അപ്പോൾ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അതിൽപ്പെട്ട ഒരാളാണ്. ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ ഇപ്പോൾ മല്ലിക സുകുമാരൻ, അതുപോലെ രേണു സുധി, ഇവരൊക്കെ പെട്ടെന്നൊരു ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നോട്ട് ചെയ്യും എന്താണ് ഇവർ പറയുന്നത്. അപ്പം മല്ലിക സുകുമാരന്റെ ഇന്റർവ്യൂവില് അനുമോൾ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നത്, സ്വാഭാവികമായിട്ട് പൃഥ്വിരാജിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിനൊപ്പം ചോദിച്ചൊരു കാര്യമാണ് അനുമോളുടെ കാര്യം. അപ്പോൾ അനുമോളെ ഈ മല്ലിക സുകുമാരന് നമ്മുടെ എന്താണ് ഒരു ബന്ധം എന്ന് പ്രേക്ഷകർക്ക് ചിലർക്കെങ്കിലും ഒരു സംശയം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് അത്രേ ഈ അനുമോളെ കുറിച്ചിട്ട് അനുകൂലമായിട്ട് ഒരു കമന്റ് മല്ലിക സുകുമാരൻ ചെയ്തപ്പോൾ ഒരു സ്ത്രീ പുരുഷനോ അതൊരു അവർക്ക് അറിയുന്നില്ല. ആ സമയത്ത് ഒരാൾ കമന്റ് ചെയ്തത്, ഈ അനുമോളെയൊക്കെ നിങ്ങൾക്ക് നേരിട്ട് അറിയോ, നിങ്ങൾ ഇവരെയൊക്കെ എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിൽ ചോദിച്ചു എന്നാണ് മല്ലിക സുകുമാരൻ പറയുന്നത്. മല്ലിക സുകുമാരൻ എന്ന് പറയുന്നതും അനുമോൾ എന്ന് പറയുന്നതും അവർ ഏകദേശം 2-2.5 വർഷത്തോളം ഒരു സീരിയലില് കോ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്തതാണ്. അതും അമ്മായിനും മരുമകളായിട്ട് അഭിനയിച്ചതാണ്. സൂസു അങ്ങനെയൊക്കെയാണ് ആ ഒരു സീരിയലിന്റെ പേര്. അപ്പോ ഈ വ്യക്തിക്ക് അറിയില്ല. അതായത് മല്ലിക സുകുമാരൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ 2 നടന്മാരുടെ അമ്മ, വലിയൊരു നടന്റെ ഭാര്യ, അവര് ഹൈ സൊസൈറ്റിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് ഈ അനുമോളൊക്കെ ആയിട്ട് എന്ത് ബന്ധം എന്ന രീതിയാണ് കേട്ടോ. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. മല്ലിക സുകുമാരനെ അനുമോളൊക്കെ അറിയും, എന്തിനാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ചോദിച്ചു. അപ്പൊ മല്ലിക സുകുമാരൻ വളരെയധികം ചിരിച്ചുകൊണ്ട് പറയാണ്, ഈ ചോദിച്ച ഒരു സ്ത്രീ അതോ പുരുഷനാണെന്ന് എനിക്കറിയില്ല, അവർക്ക് അറിയില്ലല്ലോ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഞങ്ങൾ തമ്മിൽ 2-2.5 വർഷത്തോളമായിട്ട് ഒരു സീരിയൽ ഒരുമിച്ച് വർക്ക് ചെയ്താണ്. എനിക്ക് അനുമോളെ കുറിച്ച് നല്ലതുപോലെ അറിയാം. ഞാൻ അനുമോളെ ഒരുപാട് ഉപദേശിക്കാറുണ്ട്, കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനൊന്ന് ആദ്യം കണ്ടു നോക്കാം. അനുമോളെ കുറിച്ചിട്ട് മല്ലിക സുകുമാരൻ എന്താണ് കമന്റ് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുള്ള എന്നുള്ള കാര്യങ്ങൾ മല്ലിക സുകുമാരൻ ഈ ഇന്റർവ്യൂ തുറന്നു പറഞ്ഞത്, അത് നമുക്ക് കണ്ടിട്ട്. പിന്നെ അമ്മ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട്, അമ്മേനെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇൻഡസ്ട്രിയിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന ഒരാളാണ് നമ്മുടെ ബിഗ് ബോസിലെ അനുമോൾ ചേച്ചി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ചേച്ചി ഇപ്പം ബിഗ് ബോസിൽ കപ്പടിച്ചിരിക്കുകയാണ്. അനുമോളെ ഇട്ടുകൊണ്ട് പറക്കുന്ന കണ്ടേച്ചാല് എന്നിട്ട് ഇതിന്റെ ഇടയ്ക്ക് എന്തോന്നോ ഞാൻ എവിടെയോന്ന് പറഞ്ഞാല്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അനുമോളെ 2.5 വർഷം എന്റെ കൂടെ അമ്മായിയമ്മയും അത് അപ്പൊ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഈ ലോകത്തൊന്നും അല്ല ചോദിച്ച പെണ്ണ് ജീവിക്കുന്ന എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സത്യം. പെണ്ണമാണോ എനിക്ക് ഓർമ്മയില്ല, ആരോ പറഞ്ഞു. എന്താണ് ഈ ഇന്റർവ്യൂല് പറയുന്നത്? അവർക്ക് ഒരുപാട് അടുത്തറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അനുമോൾ എന്ന രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. അപ്പോഴും മല്ലിക സുകുമാരൻ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവർക്കൊരു അസൂയ. ഇത് കൂടെ ആയിക്കഴിഞ്ഞാൽ അനുമോൾക്ക് നേരെ പോസിറ്റിവിറ്റി കൂടുമോ, അവരെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള ഈ നെഗറ്റീവ് ഒക്കെ പോയി അവർക്ക് നേരെ പോസിറ്റീവ് ഒക്കെ വരുമോ? കാരണം ഇത്രയും പ്രശസ്തിയായിട്ടുള്ള ഒരു നടി അല്ലേ, അവരാണെങ്കിൽ ഇന്റർവ്യൂ ഒരുപാട് നൽകുന്ന ഒരു നടിയാണ്. ആരെയും പേടിയില്ലാതെ മറുപടികൾ കൊടുക്കുന്ന, വളരെ സ്ഫുടവുമായിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തി. അനുമോളെ കുറിച്ച് ഇത്ര നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്ന രീതിയിലാണ് കമന്റുകൾ അതിന് കമന്റ് ചെയ്യുന്നതാണ് ഇപ്പൊ മല്ലിക സുകുമാരൻ പറഞ്ഞത്. അതിന് മല്ലിക സുകുമാരൻ പറയുന്ന വാക്കുകളാണ് നമ്മൾ കേട്ടത്. അപ്പൊ മല്ലിക സുകുമാരൻ ചിരിച്ചുള്ള തള്ളാണ് ചെയ്യുന്നത് അല്ലെ ഈ ഒരു വീഡിയോയില്. പിന്നെ മല്ലിക സുകുമാരൻ പറയുന്ന ഒരു കാര്യം, അവരുടെ ഫാമിലിയെ കുറിച്ച് പറയുന്നത്. പല ആൾക്കാരും പറയുന്നുണ്ട് അനുമോള് ഫാമിലി അച്ഛനെ കുറിച്ചിട്ടും അമ്മയെ കുറിച്ചൊക്കെ ഓവറായിട്ട് പറഞ്ഞ് സെന്റിമെന്റ്സ് വാങ്ങി ആൾക്കാർ വോട്ട് നേടാൻ ശ്രമിക്കുകയാണ്. ഒരു ചേച്ചി ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്, പിന്നെ അനുമോള് മാത്രമാണ് ഒരു വീട് വെക്കാനും ലോൺ എടുക്കാനും അച്ഛനെ ചികിത്സിക്കുന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടുള്ളൊരു ഇമോഷണൽ ഡ്രാമ കളിക്കുകയാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. സോ അവർ കുറച്ച് ആൾക്കാരെ വിശ്വസിക്കുക. എന്ന് വെച്ചാൽ 2 പെൺകുട്ടികളുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അനുമോള് മാത്രം കുടുംബത്തിന്റെ ഇത്രയും റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതും 30 വയസ്സായിട്ട് വിവാഹം കഴിക്കാതെ അച്ഛൻ്റെ അമ്മയുടെ കാര്യങ്ങൾ മാത്രം നോക്കി നിൽക്കുന്നതും? ചേച്ചിയാണെങ്കിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയാണ്,
കല്യാണം കഴിഞ്ഞ് സെറ്റിൽഡ് ആണ്, കുട്ടിയുണ്ട്, എന്നിട്ട് അനുമോൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്രയധികം കുടുംബ പ്രാരാബ്ധം എന്നൊക്കെ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. അതൊക്കെ അപ്പോൾ അതുകൊണ്ടൊരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രാമയാണ്, ഇമോഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് അവിടുന്ന് ഒരു വോട്ട് നേടാനുള്ള ഒരു സൂത്രമാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയുന്നത്. പക്ഷെ മല്ലിക സുകുമാരൻ പറയുന്ന വാക്ക് നമുക്കൊന്ന് കേട്ടു നോക്കാം. അനുമോള് ഞാൻ കണ്ട കാലം മുതൽ ഒരു ഉദ്ഘാടനത്തിന് എവിടെ പോലും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളുള്ള സഹോദരി, കുഞ്ഞ്, സഹോദരിയുടെ ഭർത്താവ്, അച്ഛൻ, അമ്മ, വലിയ രീതിയിലൊരു കുടുംബത്തിലെ ആ ബന്ധങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് അനു. അനുവിൻ്റെ അച്ഛൻ അങ്ങനെ വലിയൊരു ആരോഗ്യപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യൻ. ഇതൊക്കെ ഞാനിപ്പം ബിഗ് ബോസ് അല്ല, അതിനും ഒരു 1.5 കൊല്ലം മുമ്പേ ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അന്നും ഞാൻ വിളിച്ചിരുത്തി, എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശിപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ വേണ്ടി പറഞ്ഞല്ല മോളെ, അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച്. ഇപ്പൊ ഉണ്ടല്ലേ മല്ലിക സുകുമാരൻ എന്താ പറയുന്നത്, അവര് അറിയുന്ന സമയം തൊട്ട് തന്നെ അനുമോളുടെ ഈ കുടുംബക്കാര്യങ്ങളൊക്കെ മല്ലിക സുകുമാരൻ അറിയുന്നതാണ്. അച്ഛന് അസുഖമുള്ള കാര്യം അറിയാം. പിന്നെ അനുമോൾ എന്ന് പറയുന്നത് ഓടി നടന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി അവർ വിദേശത്ത് പോവുകയാണെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും സാധനം മേടിക്കുകയാണെങ്കിൽ അവർക്ക് മേടിക്കാതെ അവരുടെ ചേച്ചിയുടെ മകനോ മകളോ എനിക്കറിയില്ല, ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സാധനങ്ങൾ മേടിക്കുന്നതും അവർക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മേടിക്കാറുള്ളൂ. അങ്ങനെ കുടുംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾക്ക് ജീവനാണ്, അത്ര അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് അനുമോൾക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവും, കരയും. അപ്പൊ അതുകൊണ്ട് വളരെയധികം ഉപദേശങ്ങൾ മല്ലിക സുകുമാരൻ നൽകാറുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ എന്തൊക്കെ ഉപദേശങ്ങളാണ് മല്ലിക സുകുമാരൻ അനുമോൾക്ക് നൽകിയിട്ടുള്ളത് കൂടെ അവർ ഈ ഇന്റർവ്യൂവിൽ പറയേണ്ടത്, അത് നമുക്ക് കണ്ടുവരാം. അന്നും ഞാൻ വിളിച്ചിരുത്തി, എനിക്കൊരു മുറി ഉണ്ട് അവിടെ ഷൂട്ടിംഗ് സ്ഥലത്ത്, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഉപദേശിപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞ് കരയാൻ വേണ്ടി പറഞ്ഞല്ല മോളെ, അത്രയും എല്ലാത്തിനും പെട്ടെന്ന് കുറച്ച് നമുക്ക് ഒരു ധൈര്യം, ഒരു മാനസിക ധൈര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഈ സമൂഹം എല്ലാവരും നല്ല കൊച്ച് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരുടെയും ഇത് നല്ല സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, കാരണം അത് മനുഷ്യന്റെ സ്വഭാവമാണത്. പിന്നെ ഈ ഇന്റർവ്യൂവില് രേണു സുധിയെ കുറിച്ചിട്ടും അനുമോളെ കുറിച്ചിട്ടും ഒരു കമ്പാരിസൺ പോലെ മല്ലിക സുകുമാരൻ പറയുന്നത് എനിക്ക് വളരെ നന്നായിട്ട് തോന്നിയിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം നെഗറ്റീവായിട്ട് ബിഗ് ബോസ് ഹൗസിനകത്ത് പോവുകയും പിന്നീട് തിരിച്ചൊന്നും ഭയങ്കര പോസിറ്റീവായിട്ടും വന്ന ഒരു വ്യക്തിയാണ് രേണു സുധി എന്ന് പറയുന്നത്. സാധാരണ ആൾക്കാർ എന്തൊക്കെയോ കണ്ടന്റുകൾ രേണു സുധിയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ അതൊന്നും കൊടുക്കാതെ വളരെ നല്ല ഒരു ക്യാരക്ടറായിട്ട്, വളരെ നല്ല ഒരു ലേഡി, നല്ല സദ്ഗുണ സമ്പന്നയായ ഒരു വ്യക്തിയായിട്ട് തിരിച്ചു പോരാണ് രേണു സുധി ചെയ്ത്. തിരിച്ചു പോരല്ല, തിരിച്ച് വിളിക്കുകയാണ് ചെയ്തത് ശരിക്ക് ബിഗ് ബോസ് അല്ലേ. ലാലേട്ട തിരിച്ചു വിളിച്ചു, നിങ്ങൾ അതിനകത്ത് ഒന്നും ചെയ്യുന്നില്ല, അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണമെന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് പോകുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അവരെ പുറത്താക്കുകയാണ് ചെയ്തത്. നേരെ മറിച്ച് അനുമോൾ എന്ന് പറഞ്ഞാൽ കട്ട പോസിറ്റീവായിട്ട് അതിനകത്ത് പോവുകയും അതിനകത്ത് മിശ്ര ഒരു പ്രതികാരം, ചിലർക്ക് ഭയങ്കര ഇഷ്ടം, ചിലർക്ക് ഭയങ്കര ദേഷ്യം, കണ്ടസ്റ്റൻസിന് മൊത്തം ദേഷ്യം, പക്ഷെ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടം. അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു മിക്സഡ് റിയാക്ഷൻ ആയിരുന്നു അനുമോളുടെ ഗെയിമിനെ കുറിച്ച് അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, അതിനകത്ത് പോയിട്ട് വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളാണ് അനുമോൾ ചെയ്തു. ഭയങ്കര സദാചാരം, അതുപോലെ തന്നെ മോഡേൺ കുലസ്ത്രീ, പിന്നെ പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ, അങ്ങനെ ഒരുപാട് പേരുകളാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത്. പ്രധാനമായിട്ടും അനുമോൾ അതിനകത്ത് പറഞ്ഞുള്ള ഈ ജിസേലിൻ്റെ ആര്യന്യം, ആ പൊതപ്പ് പ്രശ്നം, ബിൻസി അപ്പാനിയുടെ ആ പ്രണയം എന്ന് പറഞ്ഞ് ഉണ്ടാക്കി, അതൊക്കെ അനുമോളും ഉണ്ടാക്കിയെടുത്ത് അതിനകത്ത് ഉണ്ടാക്കിയുള്ള വളരെ മോശപ്പെട്ട കണ്ടന്റുകളാണ് എന്നാണ് ചില ആൾക്കാർ പറയുന്നത്. പക്ഷെ മല്ലിക സുകുമാരൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ രേണു സുധി എന്ന് പറയുന്ന ആള് വളരെയധികം കഷ്ടപ്പെടുന്നു, കുട്ടികളെ നോക്കുന്നു, അവർ ദുബായിൽ പോകുന്നു, അത് ഭയങ്കര വൈറലാകുന്നു, അവർ എന്ത് ചെയ്താലും തന്നെ ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അനുമോള് കുടുംബത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് അനുമോള് ഡ്രാമ കളിക്കുന്ന പോലെ പറയുന്നു. അതുപോലെ തന്നെ രേണുസുധി ഇവിടെ വന്നിട്ട് എന്തൊക്കെ തരത്തിലുള്ള ഡ്രസ്സ് ഇട്ട് നടന്നാലും അവരെന്തൊക്കെ പറഞ്ഞാലും അതൊന്നും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷെ അനുമോൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരെ ടാർഗറ്റ് ചെയ്തത് അവർ എല്ലാവരും കൂടെ അവരെ ഒറ്റപ്പെടുത്തുന്ന രീതി കാണുന്നു എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. മല്ലിക സുകുമാരൻ ഈ ഒരു കാര്യം പറഞ്ഞതിൻ്റെ കുറച്ച് വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം.
അനുമോളെന്ന് പറഞ്ഞ വ്യക്തിക്കുള്ള ഒരു കുഴപ്പം ആ പ്രായത്തിന്റെ ഒരു തുള്ളൽ അത് ഞാൻ പറട്ടെ അതുണ്ടാവും. അവളിങ്ങോട്ട് അഭിനയിക്കാൻ വന്നു, ആ കുട്ടി അതിനിങ്ങനെ ആകെ മൊത്തം ഒരു എക്സൈറ്റ്മെന്റ്. ഉടനെ ഒരു ഉദ്ഘാടനത്തിന് വിളിച്ചു, അവിടെ വിളിച്ചു, ഇവിടെ വിളിച്ചു. ഇപ്പം മറ്റേ കൊച്ചു കണ്ടില്ലേ, ഒന്ന് ദുബായിൽ പോയപ്പോഴത്തേക്ക് ലോകം പിടിച്ചടക്കി എന്ന് വിചാരിക്കുന്നത്. അത് ആ കുട്ടിയുടെ കുറ്റമല്ല, അവരുടെയൊക്കെ ഒരു മാനസിക സന്തോഷമാണ്. എനിക്ക് പ്ലെയിനിൽ കയറി അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത്. അതവർ ചെയ്തോട്ടെ, വെച്ച് ജീവിച്ചു. എന്നാൽ അതേസമയം വേറെത്തിയെ പറയുന്നുണ്ട്, പാവം കഷ്ടപ്പെട്ടത് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുകയാണ്, ജീവിച്ചോട്ടെ. എന്താ അത് തന്നെയല്ലേ അനുമോളും? അനുമോളോട് എന്താ അപ്പം ഇച്ചിരി തൊഴിലെത്തോണ്ടുള്ള ദേഷ്യമാണ്? എനിക്കറിയത്തില്ല. ഞാനിങ്ങനെ വിചാരിക്കും, എന്തിനാണ് ഈ കുട്ടിയെ ഇങ്ങനെ ആമ്പിള്ളേർ പറയുന്നത്? ഈ പെണ്ണുങ്ങൾ പറഞ്ഞാൽ അസൂയ കൊണ്ടാന്ന് പറയും. ഇത് വെറുതെ അവളിങ്ങനെ ചെയ്തു, അവളങ്ങനെ ചെയ്തു, അവള് കള്ളിയാണ് മറ്റേ. പിന്നെ അവിടെ വന്നവരെല്ലാം ഹരിചന്ദ്രൻ മഹാരാജാവിന്റെ മക്കളല്ലേ. ഞാൻ കണ്ടു എല്ലാവരെയും. അവിടെ എന്തെല്ലാം കാണിക്കുന്നത് ബിഗ് ബോസിനകത്ത് വന്ന പെൺകുട്ടികൾ, അവരുടെ വേഷവിധാനം വരെ എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, ഇത്ര ആമ്പിള്ളേർ ചുറ്റിനും ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതിനൊന്നും പറയണ്ട, അതൊക്കെ നല്ല പിള്ളേരാ. അനുമോളാ പ്രശ്നം. അപ്പൊ അതൊക്കെ ചുമ്മാ, അതൊക്കെ വെറുതെ വ്യക്തിപരം. ആ കൊച്ചൊരു പാവം കൊച്ചാ, അത് അതിന്റെ കുടുംബത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു. പിന്നെ ഈ ഇന്റർവ്യൂവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മല്ലിക സുകുമാരൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നിയത് PR കുറിച്ചാണ് അല്ലേ. ഇത്രയും വലിയൊരു സെലിബ്രിറ്റി അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ PR കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഞാൻ മല്ലിക സുകുമാരനെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് ഇതിനെക്കുറിച്ച് തുറന്ന് സംസാരിക്കുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ അത് കേൾക്കും, അതെന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ മല്ലിക സുകുമാരൻ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ കഷ്ടപ്പെട്ടാണ് അതിനകത്ത് നിന്നത്. എനിക്ക് അനുമോൾ എന്ന് പറഞ്ഞ വ്യക്തിയെ കുറേ മുമ്പേ തന്നെ അറിയാം, അവർ ഫാമിലിയെ കുറിച്ചും അറിയാം. ഇതിൽ ബിഗ് ബോസിനകത്ത് വന്നിട്ട് അനുമോൾ പറഞ്ഞുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടൊന്നും അല്ല ഞാനിത് മനസ്സിലാക്കിയിട്ട്. എനിക്ക് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഇതെല്ലാം അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്ത് അനുമോൾ യാതൊരു തരത്തിലുള്ള ഫേക്കും അതിനകത്ത് കാണിച്ചിട്ടില്ല, എല്ലാം ജെന്യുവനായിട്ടാണ് നിന്നുള്ളത്. കുടുംബത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളതായാലും അനുമോൾ ഒരു ക്യാരക്ടറായാലും കരയുന്നതും എല്ലാം ജെന്യുവനായിട്ട് തന്നെയാണ് മല്ലികാമ്മ പറയുന്നത്. അങ്ങനെയാണ്, ജെന്യുവനായിട്ടുള്ളൊരു ആളാണ്, പാവപ്പെട്ട ഒരു കുട്ടിയാണ്, കുടുംബത്തെ നോക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ദുബായിലോട്ട് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. മല്ലിക സുകുമാരന് ദുബായിൽ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ പോകാൻ പറ്റാറില്ല. ചില ഉദ്ഘാടനങ്ങൾക്ക് ചിലർ വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. അപ്പോൾ അനുമോളോട് വന്നിട്ട് ആ ഉദ്ഘാടനം ഒന്ന് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് മല്ലികാമ്മ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അനുമോൾ ദുബായിലൊക്കെ പോയിട്ട് ഒരുപാട് ഉദ്ഘാടനങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇങ്ങനെ പോയി ചെയ്യുന്ന ഉദ്ഘാടനത്തിൽ പോലും വളരെ തുച്ഛമായിട്ടുള്ള പ്രതിഫലമാണ് അനുമോൾ വാങ്ങാറെന്ന് കൂടെ മല്ലിക സുകുമാരൻ പറയുന്നത്. അതായത് ഒന്നിനൊരു ആർത്തിയില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ ഈ അടുത്ത് സ്റ്റാർ സിംഗർ തന്നെ വന്നിട്ട് ചിത്രാമ്മ ഒരു മോതിരം കൊടുത്തിട്ടുണ്ട്, ഒരു ഡയമണ്ടിൻ്റെ മോതിരം കൊടുത്തപ്പോൾ അതുപോലും വാങ്ങിയെടുത്തു ആണ്, അത് ചോദിച്ച് വാങ്ങിയതാണ്, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ കണ്ടു. പ്രത്യേകിച്ച് പ്രമുഖരായിട്ടുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് വരെ ഇത് പറഞ്ഞ് കണ്ടന്റ് ആക്കുന്നത് കണ്ടു. വളരെ മോശമാണത്. അതിന് ബദലായിട്ട് ഇപ്പോൾ മിഥുനൊക്കെ വന്നിട്ട് അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അനുമോളെ കുറിച്ച് ഏറ്റവും മോശപ്പെടുത്തുന്ന രീതിയിൽ എന്തൊക്കെ പറയാമോ അതൊക്കെ പറയുന്നു എന്നുള്ള രീതിയിലാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. കാരണം അവർക്ക് മുൻപേ അറിയാവുന്ന ഒരു വ്യക്തി അതേപോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് നിന്നിട്ടുള്ളത് എന്നുകൊണ്ട് അവർക്ക് അനുമോളുടെ ഈ ഒരു PR വർക്കിനെ കുറിച്ചൊന്നും യാതൊരു തരത്തിലുള്ള ബോധേടം അല്ലാതാണ്. അനുമോൾ ഈ PR കൊടുത്താണ് വിജയിച്ച് എന്ന കാര്യത്തിൽ യാതൊരു കഴമ്പില്ല എന്നാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. 16 ലക്ഷത്തിൻ്റെ വരെ മല്ലിക സുകുമാരനകത്ത് പറയുന്നുണ്ട്. 16 ലക്ഷത്തിൻ്റെ PR കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ കുടുംബത്തിനെ നോക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് പക്ഷെ അങ്ങനെയൊന്നും 16 ലക്ഷം എടുത്ത് കൊടുക്കാൻ പറ്റിയൊരു സാമ്പത്തിക സ്ഥിതിയിലൊന്നും ആയിരുന്നില്ല അനുമോൾ എന്ന് തീർച്ചയായിട്ടും എന്ന് വളരെ ശക്തമായിട്ട് തന്നെ പിന്തുണച്ചുകൊണ്ട് മല്ലിക സുകുമാരൻ പറയുന്നുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂവിൽ. പിന്നെ പറയുന്നുണ്ടല്ലോ അവരുടെ കുടുംബത്തിനെ കുറിച്ച് ഒരുപാട് അറിയുന്നതാണ്, അവർ ചികിത്സയുടെ കാര്യമൊക്കെ അറിയുന്നുണ്ടെന്ന്. ഇത്രയും പ്രശസ്തമായ ഒരു വ്യക്തി വന്നിട്ട് ഇൻ്റർവ്യൂവിൽ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊന്നും നുണയാവില്ലല്ലോ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഈ PRകളുടെ പിൻബലത്തോടു കൂടിയാണ് അനുമോൾ ജയിച്ചതെന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ചില ഓൺലൈൻ മീഡിയസ്, ചില പയ്യന്മാർ എന്തിനാണ് ഇന്ന് യൂട്യൂബ് തുറന്നു വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് മല്ലിക സുകുമാരൻ ചോദിക്കുന്നത്. അതൊന്നും നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. ആ ഒരു വീഡിയോയിലും മല്ലിക സുകുമാരൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. PR കുറിച്ചും അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് നമുക്കത് കണ്ടു നോക്കാം. ഒരു കുട്ടിക്ക് ഒരു അത്ര വിവരമില്ലാത്തവരൊന്നും അല്ലല്ലോ ബിഗ് ബോസിൽ ഇരിക്കുന്നത് അല്ലേ. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഉടനെ PR, പിന്നെ എന്നാ ഞാനൊരു 25 ലക്ഷമായിട്ട് PRന് പോവാം, ബിഗ് ബെനിക്ക് കിട്ടുമോ? അല്ല, എനിക്ക് അറിയണമായിട്ടൊക്കെ വെറുതെ. അതായത്
എന്താണൊന്ന് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനാണ് ഇപ്പോൾ ഈ ചെറുപ്പക്കാർ ആൺപിള്ളേർ ഇറങ്ങിയിരിക്കുന്ന ഒരു ക്യാമറയായിട്ട്. നാണമില്ലേ ഇവന്മാർക്കൊക്കെ. ഞാൻ പറഞ്ഞത് ചിലരുണ്ട് കേട്ടോ, ഞാൻ അതിനകത്ത് ചില 1-2 റീൽസും ഇതിലൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ചിലർ നല്ല വിലയിരുത്തലുകൾ പറയും, അത് കറക്റ്റാണ്, നമുക്കും കാണുമ്പോൾ തോന്നുക. നമുക്ക് കണ്ടപ്പോൾ തോന്നിയ കാര്യം വേറൊരാൾ പറയുമ്പോൾ ഇവൻ കൊള്ളാമല്ലോ നമുക്ക് തോന്നും അല്ലേ. അല്ലാതെ ചുമ്മാ അനുമോൾ ഇങ്ങനെ മറ്റേവൾ ഇങ്ങനെ ഒന്നുമല്ല. അനുമോൾ എത്ര 16 ലക്ഷം 16 ലക്ഷം PR. 16 ലക്ഷം ഉണ്ടാകുന്ന അഭിനയിക്കാതെ ബിഗ് ബോസ് സീസൺ ഫുൾ ആണെങ്കിൽ 16 ലക്ഷം PR ഇത് ആയിട്ടാണ്. പറയുന്നവരായിരിക്കും ഏറ്റവും കൂടുതൽ മുടക്കിയിരിക്കുന്നത്. അതാണ് അതിനകത്ത് സത്യം. പിന്നെ അതിനകത്ത് നല്ലൊരു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കുട്ടിയാണ് എന്താണ് ഷാനവാസില്ലേ. എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം അത് ആ കുട്ടി സംസാരിക്കുന്നതിനകത്ത് ആരോടും ഒരു പകയില്ല. അത് ഓഫ് കോഴ്സ് അനീഷും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അനീഷ് പിന്നെ ചിലപ്പോൾ എനിക്കൊന്നും കൂടുതൽ അങ്ങ് പാവത്താരെ പോലെ ഇത്രയും പാവം ആളോ ആയിരുന്നു എന്നൊക്കെ. ഞാനങ്ങനെ എപ്പിസോഡ് കണ്ടിട്ടില്ല, പക്ഷേ ഈ പ്രൊമോയുടെ റീൽസ് വരുമല്ലോ, അപ്പം അതിനകത്ത് മോഹൻലാൽ ചോദിക്കുന്നത് എടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടുണ്ട്. എപ്പിസോഡ് മുഴുവനും എനിക്ക് ചിലപ്പോൾ കാണാൻ പറ്റാറുമില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഇരുന്ന് കാണുമ്പോൾ ഞാൻ ആലോചിക്കും, എന്താണ് ഈ കുട്ടിയോട് ഇത്ര വലിയ ദേഷ്യം. അല്ല, ഇന്നേ വരെ നമ്മൾ കാണാത്ത കുറേ ചെറുപ്പക്കാർ അങ്ങ് ഇതിൻ്റെ പേരിലൊരു യൂട്യൂബും ഒക്കെ ഇട്ട് അങ്ങ് ചീത്ത വിളിച്ചു. പക്ഷേ കാര്യമായിട്ട് പറയുന്നതൊന്നും അനുമോളെ അങ്ങനെ ചീത്ത വിളിക്കുന്നൊന്നുമില്ല. ഇതൊക്കെ പറയുന്നത് നമ്മൾ കാണാതെ ചുമ്മാ 1-2 സംഭവത്തിന് വേണ്ടിയിട്ട് പ്രതികരണം പറയാൻ വരുന്നവരാ. അതൊക്കെ മറ്റവരുടെ PR വർക്ക്. ഇവർക്ക് PR ഉണ്ടെങ്കിൽ മറ്റവർ ഇവിടെ ചീത്ത വിളിക്കാനായിരിക്കും PR ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ എൻ്റെ വ്യത്യാസം. അപ്പൊ അതൊരിക്കലും ഒരു ഫേക്ക് ആവാനായിട്ട് ചാൻസ് ഇല്ല. അപ്പൊ അനുമോള് വളരെ ജെന്യുവിനാണ്. നമ്മളൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ അവർ ജെന്യുവിനാണെന്ന് മല്ലികാമയെ പോലെ ഇത്രയും സീനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ അതിലപ്പുറം വേറെ ഒരു തെളിവും വേണ്ട. അപ്പോൾ എന്തായാലും അനുമോൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം ഒരുപാട് പോസിറ്റിവിറ്റി ഒന്നുകൂടി കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അവരെ വിമർശിച്ച PR ആണെന്നും പിന്നെ അവരുടെ വിജയം PR മൂലമാണെന്ന് പറഞ്ഞതിനൊക്കെ ഇപ്പോൾ ഇതിൽ മല്ലികാമ തിരിച്ചടിച്ചിരിക്കുകയാണ്. PR-ൻ്റെ പിൻബലത്തോടു കൂടിയല്ല അവർ കളിച്ച് തന്നെ ജയിച്ചത്. ഇത്രയും സീനിയർ ആൾ ബിഗ് ബോസിനെ വിലയിരുത്തി സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു കാര്യമാണ്. ഷാനവാസിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അനീഷിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം അനീഷിൻ്റെ ഗെയിമൊക്കെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എന്തായാലും അവർ ബിഗ് ബോസിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അനുമോളുടെ ഗെയിമും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും അനുമോളുടെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ വരുന്നതിൻ്റെ ഇടയിലും ഇത്തരത്തിലുള്ള നല്ല ഇൻ്റർവ്യൂസും കമൻസും ഒക്കെ വരുമ്പോൾ ഇത് അനുമോൾക്ക് എന്തായാലും അനുകൂലമായിട്ട് തന്നെ പോകുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും